രുദ്രൻ പോലീസ് സ്റ്റേഷനിൽ ആ ഉച്ചനേരം പതിവിലും അസ്വസ്ഥമായിരുന്നു. മേശപ്പുറത്തിരുന്ന വെള്ളക്കടലാസിലെ വരികളോടെ അവൻ ഒരിക്കൽ കൂടി കണ്ണോടിച്ചു. സ്കൂൾ ഓഫീസ് മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപയും IT ലാബിലെ വിലപിടിപ്പുള്ള കമ്പ്യൂട്ടറുകളും മോഷണം പോയിരിക്കുന്നു. സ്കൂളിലെ മുൻവാതിൽ തള്ളിത്തുറന്നാണ് കള്ളൻ അകത്തു കയറിയിരിക്കുന്നത്. പരാതി വായിച്ചു കഴിഞ്ഞിട്ടും രുദ്രൻ ആ കടലാസിൽ നിന്ന് കണ്ണെടുത്തില്ല. നേരെ മുന്നിലിരുന്ന ആളെ തന്നെ നോക്കി. ടീച്ചറുടെ തൊടുത്ത മുഖം ഇന്ന് പുഞ്ചിരിച്ചാൽ 2 കവളുകളും തെളിയുന്ന നുണക്കുഴികൾ, ഇടതൂർന്ന കൺപീലികൾക്കിടയിലെ തിളക്കമുള്ള കണ്ണുകൾ, അവനെ അത് വല്ലാതെ ആകർഷിച്ചു പോയി. നെറ്റിയിൽ ആ ചെറിയ കറുത്ത പൊട്ടും ഉടുത്ത ചുവന്ന കോട്ടൺ സാരിയും അവൾക്കൊരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. കുറച്ചു നേരമായിട്ടും രുദ്രനൊന്നും മിണ്ടാത്തത് കണ്ട് അവൾ മെല്ലെ ചോദിച്ചു, സാർ ഒന്നും പറഞ്ഞില്ല? രുദ്രൻ തൻ്റെ മീശയൊന്ന് പിരിച്ച് അവളെ ഒന്ന് നോക്കി ചിരിച്ചു. പിന്നെ ഗൗരവഭാവം വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം ടീച്ചറെ. ഇപ്പോൾ സ്റ്റേഷൻ കുറച്ച് തിരക്കുണ്ട്. ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. ശരി സാർ, എന്നാൽ ഞാൻ ഇറങ്ങുക. അവൾ വിനയത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾ പടിയിറങ്ങി പോകുന്നത് നോക്കി രുദ്രൻ അവിടെ തന്നെ ഇരുന്നു പോയി. മനസ്സിലെ മോഷണക്കേസും ഫയലുകളും എങ്ങോ പോയി മറഞ്ഞു. അവളുടെ ആ മുഖം മാത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ടീച്ചർ അവൻ്റെ അവിടെ കയറിക്കൂടി. മുറ്റത്തെ വലിയ വാഗമര ചുവട്ടിൽ തൻ്റെ ജീപ്പ് ഒതുക്കി നിർത്തുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ ആ പഴയ കെട്ടിടത്തിനുമേൽ ഉടക്കി നിന്നു. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കണിമംഗലം. തുരുമ്പിച്ച ആ ബോർഡിലേക്ക് നോക്കിയപ്പോൾ അവന് ഏതോ ഒരു അപരിചിതത്വം തോന്നിയില്ല. ജീപ്പിൽ നിന്നിറങ്ങി തൊപ്പിയൊന്ന് ശരിയാക്കി വെച്ച് അവൻ അകത്തേക്ക് നടന്നു. സ്റ്റേഷനിലെ തിരക്കുകൾക്കിടയിലും ആ മുഖം മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല അവൻ്റെ. വരാന്തയിലൂടെ നടക്കുമ്പോൾ കണ്ടു നിന്നവരിലൊക്കെ ഒരു തരം ഭയവും ബഹുമാനവും കലർന്ന നോട്ടം. ടീച്ചറെ, അവൻ വിളിച്ചു. ഓഫീസ് മുറിയിലെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു അവൾ. മെല്ലെ തിരിഞ്ഞു നോക്കി. പരിഭ്രമം ആ കണ്ണുകളിൽ അപ്പോഴും നിഴലിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു പേര് പറഞ്ഞത്? രുദ്രൻ ഗൗരവത്തിൽ അവളോടായി ചോദിച്ചു. വൈദേഹി. അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. അവൻ ചുറ്റും കൂടിയ അധ്യാപകരെയും ജീവനക്കാരെയും ഒന്ന് കണ്ണോടിച്ചു. ഈ സ്കൂളിൽ ഇതിനു മുമ്പ് ഇങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും പരാതികൾ, മോഷണമോ? ഇല്ല സാർ, ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായാണ് ഇങ്ങനെയൊന്ന് ഇവിടെ സംഭവിക്കുന്നത് തന്നെ. അവിടെയുണ്ടായിരുന്നവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. രുദ്രൻ വൈദ്യയെ മാത്രം അടുത്ത സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾക്കിടയിൽ അവൾ അസ്വസ്ഥയോടെ അവനരികിൽ നിന്നു. കണ്ട കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറയൂ ടീച്ചർ. എവിടെയാണ് പണം വെച്ചിരുന്നത്? ആരാണ് അവസാനം റൂം പൂട്ടിയത്? അവൾ ഓരോന്നായി വിവരിക്കുമ്പോൾ രുദ്രൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തായിരുന്നു. പേടികൊണ്ട് വിറയ്ക്കുന്ന അധരങ്ങളും നെറ്റിയിൽ പടരുന്ന വിയർപ്പുതുള്ളികളും അവൻ ഒപ്പിയെടുത്തു. അവൻ്റെ കൂർപ്പിച്ച നോട്ടം കണ്ടപ്പോൾ വേദയ്ക്ക് വല്ലാത്തൊരു വിറയൽ അനുഭവപ്പെട്ടു. അവൾ സാരിത്തലപ്പ് വിരലുകൾ ചുറ്റിപ്പിടിച്ചു. ടീച്ചറുടെ വീടെവിടെയാ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് അവൾ മറുപടി പറയാതെ ഒന്ന് പതറി നിന്നു. അപ്പോഴാണ് മുറിയിലേക്ക് വെള്ളമുണ്ടും ഷർട്ടും ധരിച്ച നരച്ച മുടിയുള്ള ഒരു വൃദ്ധൻ കടന്നു വരുന്നത്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. അദ്ദേഹത്തെ കണ്ടതും രുദ്രൻ്റെ ഭാവമൊന്ന് മാറി. സാർ, കേസന്വേഷണം എവിടെ വരെയായി? ഹെഡ് മാസ്റ്റർ ചോദിച്ചു. എന്നിട്ട് രുദ്രനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. മുഖം കണ്ടിട്ട് എവിടെയോ കണ്ട മറവി. മോൻ്റെ അച്ഛൻ്റെ പേരെന്താ? ശങ്കരൻ, മേലപ്പാട്ട് ശങ്കരൻ മാഷ്. രുദ്രൻ വിനയത്തോടെ അവരോടായി പറഞ്ഞു. ഹെഡ് മാസ്റ്ററുടെ മുഖത്ത് ഒരു അത്ഭുതം വിരിഞ്ഞു. നീ മേലപ്പാട്ട് ശങ്കരൻ മാഷിൻ്റെ മകനാണോ? എൻ്റെ ഭഗവാനെ, ഞാനും മാഷും വർഷങ്ങളോളം അവിടെ ഒന്നിച്ച് പഠിപ്പിച്ചവരാണല്ലോ. പഴയ സഹപ്രവർത്തകർ മകൻ ഇത്രയും വലിയ ഓഫീസറാണ് ഇവിടെ വരുമെന്ന് കരുതിയതേയില്ല ഞാൻ. രുദ്രനൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഒരു ബന്ധം ഇവിടെ ഉണ്ടല്ലേ? സന്തോഷം മാഷേ. സംസാരത്തിനിടയിൽ വളരെ ലാഘവത്തോടെ രുദ്രൻ ചോദിച്ചു. ഈ വൈദേഹി ടീച്ചറുടെ വീടെവിടെയാ മാഷെ? കൃത്യമായൊരു അഡ്രസ്സ് കിട്ടിയാൽ കേസന്വേഷണത്തിന് സഹായകമാകും. മാഷ് ചിരിച്ചുകൊണ്ട് വൈദേഹി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെന്താ മോനെ, ഇവൾ എൻ്റെ മകളല്ലേ. ഞങ്ങളുടെ വീട് ഇങ്ങ് അടുത്താ. ആൽത്തറ ജംഗ്ഷൻ കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞാൽ കാണുന്ന ആ പഴയ തറവാട്. അപ്പോഴാണ് രുദ്രൻ സത്യം തിരിച്ചറിഞ്ഞത്. തൻ്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ആ സുന്ദരി തൻ്റെ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെ മകളാണ്. ക്ലാസ് മുറിയിലെ ജനാലക്കപ്പുറം
വിരിഞ്ഞു നിൽക്കുന്ന വാഗമരക്കൊമ്പിലേക്ക് നോക്കി ഇരിക്കുമ്പോഴും അനഘയുടെ മനസ്സ് മറ്റെവിടെയോ ആണ്. അഭിരാം സർ. ആ പേരോർക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിലേക്ക് ഒരു വിങ്ങലായിരുന്നു. തൻ്റെ കൂടെ നൃത്തം ചെയ്തതും വാഗമരച്ചുവട്ടിൽ വെച്ച് സംസാരിച്ചതും എല്ലാം അവളുടെ ഓർമ്മയിലേക്ക് വന്നു. ആ പഴയ പാഠങ്ങളും സംശയങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷമയോടെ പറഞ്ഞു തരുന്ന ആ ചിരി എല്ലാം പെട്ടെന്ന് മാഞ്ഞു പോയതുപോലെ തോന്നി. അവൾ ചിന്തകൾ കാട് കയറി നിൽക്കുമ്പോഴാണ് പെട്ടെന്നാണ് ക്ലാസ്സിലൊരു നിശബ്ദത പടർന്നത്. ഷൂസിൻ്റെ അമർന്ന ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി തിരിഞ്ഞു നോക്കി. വാതിൽക്കൽ സിദ്ധാർത്ഥ് നിൽക്കുന്നു. ഒരു ഇംഗ്ലീഷ് ലെക്ചർ ചേർന്ന ഗൗരവം, എന്നാൽ ആരെയും ആകർഷിക്കുന്ന ആഢ്യത്വവും അവനിലുണ്ട്. അവൻ അകത്തേക്ക് കയറിയതും എല്ലാ വിദ്യാർത്ഥികളും ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു. ഒരു നിമിഷം വൈകിയാണെങ്കിലും അനഘയും എഴുന്നേറ്റു. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് തറഞ്ഞു നിന്നു. ക്ലാസ്സിൽ ഒരു അടക്കം പറച്ചിലുയർന്നു. അത് അവൾക്ക് കേൾക്കാമായിരുന്നു. സിദ്ധാർത്ഥും അനഘയും തമ്മിലുള്ള വിവാഹം നിശ്ചയം കഴിഞ്ഞ വാർത്ത കാട്ടുതീ പോലെ ക്ലാസ്സിൽ പടർന്നിരുന്നു. സിദ്ധാർത്ഥ് ക്ലാസ് എടുത്തു തുടങ്ങി. ഇംഗ്ലീഷ് കവിതകളുടെ വരികൾക്കിടയിലൂടെ അവൻ സഞ്ചരിക്കുമ്പോഴും അവൻ്റെ നോട്ടം ഇടയ്ക്കിടെ അനഘയുടെ മുഖത്ത് വന്ന് തറച്ചു. അവളുടെ ആ തുടുത്ത കവിളുകളും വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൻ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രതിഷ്ഠിത വധു ഇത്രമേൽ സുന്ദരിയാണെന്ന് അവൻ ഉള്ളതൊട്ട് ഓർത്തുപോയി. ക്ലാസ് കഴിഞ്ഞു സിദ്ധാർത്ഥ് പുറത്തേക്ക് പോയതും കൂട്ടുകാരികൾ അനഘയെ വളഞ്ഞു. അല്ലെങ്കിലും നീ പുലിയാണ് ട്ടോ അനഘെ. ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് നീ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. ഗ്രീഷ്മ പരിഭവത്തോടെ അവളുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. സിദ്ധാർത്ഥ് സാറിനെ പോലെ ഒരാളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തത്? ഇതെല്ലാം കേട്ടിട്ട് മറ്റൊരാൾ ചോദിച്ചു. അനഘയൊന്നും മിണ്ടിയില്ല. എല്ലാവർക്കും അറിയാമായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ആദ്യ വിവാഹം കഴിക്കേണ്ടത് ശ്വേതയായിരുന്നു എന്ന്. പക്ഷെ ശ്വേതയുടെ അവളുടെ ക്രൂരതകളും അവൾ അച്ഛൻ ചെയ്ത ക്രൂരതകളും പുറത്തായതോടെ ആ ബന്ധം തകരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്വേതയെക്കുറിച്ച് ആരും ക്ലാസ്സിലൊന്നും സംസാരിച്ചില്ല. പക്ഷെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിങ്ങലായി അഭിരാം സാർ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് സാറിനെ പോലെ തന്നെ മിടുക്കനായ ഇക്കണോമിക്സ് അധ്യാപകൻ. കുട്ടികൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും സ്നേഹത്തോടെ തീർത്തു കൊടുക്കുന്ന പ്രിയപ്പെട്ട സാർ. അനഘയുടെ മനസ്സ് ഒരു നിമിഷം പിന്നിലേക്ക് സഞ്ചരിച്ചു. കുട്ടിക്കാലം മുതലേ കൂടെയുള്ളതാണ് അഭിരാം. അവൾക്കായി മാറ്റിവെച്ചതാണ് അവൻ്റെ ജീവിതം. എന്നാൽ അവൻ്റെ അച്ഛൻ്റെ ദാരിദ്ര്യവും രുദ്രൻ്റെ ഭീഷണിയും അഭിരാമിനെ ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോൾ അവൻ നാട് വിട്ടു, ആരോടും ഒന്നും പറയാതെ. ഇപ്പോൾ കൊച്ചിയിലെ ഒരു വലിയ വില്ലയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്നു. അഭിരാം ആ സത്യം സിദ്ധാർത്ഥിനോ മറ്റു വിദ്യാർത്ഥികൾക്കോ അറിയില്ലായിരുന്നു. തൻ്റെ പ്രണയം നഷ്ടപ്പെട്ട വേദന ഉള്ളിലൊതുക്കി മറ്റൊരാളുടെ വധുവാകാൻ ഒരുങ്ങുന്ന അനഘയുടെ മനസ്സ് ഒരു നീറുന്ന കനലായി അവൻ മാറിയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോഴിക്കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് റൂമിലേക്കുള്ള വരാന്തയിൽ വെച്ചാണ് അനഘ സിദ്ധാർത്ഥിനെ പിടിച്ചു നിർത്തിയത്. അവളുടെ ഉള്ളിൽ നേരത്തെ തൊട്ടേ ഒരു ചോദ്യം നീറുന്നുണ്ടായിരുന്നു. സാർ, അഭിരാം സാർ എന്തിനാ പെട്ടെന്ന് പോയത്? ആരോടും ഒന്നും പറയാതെ. സിദ്ധാർത്ഥിൻ്റെ മുഖത്ത് ഒരു നീയൽ പടർന്നു. അഭിരാമിൻ്റെ പേര് അനഘയുടെ നാവിൽ നിന്ന് കേൾക്കുന്നത് അവൻ അത്ര രസിച്ചില്ല. അവൻ കണ്ണുകൾ കൂർപ്പിച്ച് അവളെ നോക്കി. അവന് പുതിയ ട്രാൻസ്ഫർ കിട്ടി. നഗരത്തിലെ വലിയ കോളേജായ സെൻറ്റ് തെരേസാസ് മെമ്മോറിയൽ സിറ്റി കോളേജിൽ ആണ് ഇപ്പോൾ അവന് പോസ്റ്റിംഗ് കിട്ടിയത്. നീ എന്തിനാ ഇപ്പോൾ അവനെക്കുറിച്ച് ഇത്ര വേവലാതിപ്പെടുന്നത്? അവൻ്റെ സ്വരത്തിൽ നേരിയ ദേഷ്യം കലർന്നിരുന്നു. അങ്ങനെയല്ല, എൻ്റെ കൂടെ പഠിച്ചതല്ലേ അഭിരാം സാർ. അച്ഛനും അമ്മയ്ക്കും അവന് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ടാണോ സാർ വിചാരിക്കുന്നത് അവൻ എന്നെ പെണ്ണ് ചോദിച്ചു വന്നതെന്ന്?